ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചിലവിൽ നല്ല ഹെൽത്തി ആയിട്ട് ഒട്ടും ഷുഗറൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് 4 മീഡിയം വലുപ്പത്തിലുള്ള ചെറുപഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കദളിപ്പഴമോ ഞാലിപ്പഴമോ പൂമ്പഴമോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ചെറുതാണെങ്കിൽ 5 എണ്ണം വരെ എടുക്കാം, വലുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുത്താൽ മതിയാകും. ഇത് മൊത്തത്തിൽ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം കുതിർത്തിയെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുതിർത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹോർലിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഹോർലിക്സ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലത്തെ ഒരു 5 രൂപേൻ്റെ പാക്കറ്റ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തേങ്ങൻ്റെ പാൽ ഇവിടെ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 2 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഫുള്ളായിട്ട് ആവശ്യമായിട്ടുള്ളത്. ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പകരം നിങ്ങൾക്ക് സാധാരണ പാക്കറ്റ് പാൽ എടുത്താലും മതിയാകും. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 4 ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ മധുരം മാത്രമേ ഉണ്ടാകുള്ളൂ. നല്ല മധുരം വേണ്ടവർക്ക് കൂട്ടിയെടുത്താൽ മതിയാകും. ഒരു 8 എണ്ണമൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. ഇത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. ഈ രീതിയിൽ നല്ല പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. കറക്റ്റ് 2 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ പാക്കറ്റ് പാൽ എടുക്കുകയാണെങ്കിൽ 500 ml ഒരു പാക്കറ്റ് പാൽ മൊത്തത്തിൽ എടുത്താൽ മതിയാകും. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത മിക്സ് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. കാരണം ഇതിൽ ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ ചെറിയ തടികളും അതുപോലെ ആ ഒരു പഴത്തിൻ്റെ തടികളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഈ രീതിയിൽ ഇനി അരിപ്പ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് അധികം ഐസ് ക്യൂബും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പകരം ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്കസിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുതിർത്തിയെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ടൈഗറിൻ്റെ ബദാം മിക്സിന്ന് ഒരു 4-5 ഡ്രോപ്സും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ്. പകരം നിങ്ങളുടെ കയ്യിൽ പിസ്ത മിക്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ബദാം മിക്സ് ആണെങ്കിൽ അതെടുക്കുക. ഇതുപോലെ ഒരു 4-5 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയിട്ട് കുറച്ചൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ കൂടുതലായി പോയാൽ ഒരു കുത്തനെ ടേസ്റ്റ് ആകും ഉണ്ടാകുക. അപ്പോൾ ഒത്തിരി കളർ വേണമെന്ന് വെച്ചിട്ട് കൂടുതലായിട്ട് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഒരു ലൈറ്റ് കളർ മാത്രമേ പാടുള്ളൂ. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ലൈറ്റ് കളർ മാത്രമേ പാടുള്ളൂ. ഇത് കുറച്ച് കളർ കൂടുതലായിട്ടുണ്ട്, കാരണം ക്യാമറയിലായതുകൊണ്ട് തന്നെ കുറച്ച് അധികം കളറുള്ള പോലെ തോന്നും. ഇനി ഇതിലേക്ക് നേരത്തെ അരക്കാനെടുത്തിട്ടുള്ള ആ ഒരു സെയിം പഴം തന്നെ 2 എണ്ണം ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു പകുതി ആപ്പിളും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആപ്പിൾ കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് കട്ട് ചെയ്തതും ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പഴത്തിൻ്റെ അളവ് ഒരിക്കലും കൂട്ടിയെടുക്കരുത്. അപ്പോൾ പാലും കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. പഴം കൂടുതലായിട്ട് പോയാൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാകില്ല. ഈ ഒരു അളവിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്